എവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജീഷസ്. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന സീരീസിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് മാസം 31-ാം തീയതി നടന്ന പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിലെ LDC എക്സാമിന്റെ ചോദ്യങ്ങളാണ്. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യമാണ്, വിദ്യാ പോഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിദ്യാ പോഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? ഇതൊരു മുൻകാല ചോദ്യം കൂടിയാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാ പോഷണി സഭ സ്ഥാപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് നൽകിയിരിക്കുന്നത്. ആ 2 സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം നമ്മൾ വിശകലനം ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്യും. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. മഹാരാഷ്ട്രയാണ്. നാലാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? അല്ലെങ്കിൽ ആരെല്ലാമാണ് എന്നായിരിക്കും ഒന്നുകൂടി ശരിയായിട്ടുള്ള ചോദ്യം. ഓപ്ഷൻ എ ആണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ്. അപ്പോൾ CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ ചോദിച്ച ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ലക്ഷ്യം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞ ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക എന്നിവയെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ്. ഏഴാമത്തെ ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യാപ്തിയുടെ എത്ര ശതമാനമെന്നാണ് പറഞ്ഞത്? 84% എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ്. മാന്റിലാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാന്റിലാണ്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം വളരെ കൃത്യമായി പറയുന്ന ഒരു ചോദ്യം തന്നെയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ എ ആണ്. കറുത്ത മണ്ണാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണ്. ഇതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ഥിരമായി മത്സര പരീക്ഷകളിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്.
കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് എന്നാണ് ഇവിടെ ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഇൽമനൈറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി, ഇൽമനൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 12ാമത്തെ ചോദ്യമാണ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, കർണാടക. ഓപ്ഷൻ എ ആണ്, കർണാടകയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. 1951-ലാണ് ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 14ാമത്തെ ചോദ്യം. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആണ്, 2015-ആണ്. 2015-ലാണ് നീതി ആയോഗ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? സാമ്പത്തിക വളർച്ച തന്നിട്ടുണ്ട്, സാമൂഹ്യ സമത്വവും സ്വയം പര്യാപ്തതയും തന്നിട്ടുണ്ട്, ആധുനിക വൽക്കരണം തന്നിട്ടുണ്ട്, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നിട്ടുണ്ട്. അത്യാവശ്യം ലളിതമായിട്ടൊരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ഡിലീഷനാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതിന്റെ ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി ആണ്, ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. 19ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ്. ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറിയാണ് ആൻസർ. സുമൻ ബെറിയാണ്. 20ാമത്തെ ചോദ്യം. ഇനിയും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 20ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ്. 1. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 2. സമത്വം, സഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 21ാമത്തെ ചോദ്യം. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. അംഗമല്ലാത്ത വനിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത വനിതയാണ് അക്കാമ ചെറിയാനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്, അക്കാമ ചെറിയാൻ. 22ാമത്തെ ചോദ്യം. കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം കാനഡയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, കാനഡയാണ്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി അതായത് വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. 1. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഇവിടെ PSC ഉത്തരമായി നൽകിയത് ഓപ്ഷൻ ഡി, ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. PSCയുടെ ആൻസർ ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. 24ാമത്തെ ചോദ്യം.
കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നവയിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം എന്നാണ് ചോദ്യം. ഉൾപ്പെടാത്ത വിഷയം, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? അത് വനമാണ് എന്ന് ഓർത്തുവെക്കുക. സംസ്ഥാന ലിസ്റ്റിൽ വനം ഉൾപ്പെടുന്നില്ല. വനം എവിടെയാണ് വരുന്നത്? വനം കൺകറന്റ് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്. ഇനിയും 25ാമത്തെ ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേനാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് 4 വർഷത്തേനാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? അത്യാവശ്യം PSC മത്സര പരീക്ഷകളിൽ നോക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗലാണ്. ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിലവിലെ അംഗസംഖ്യ 9 ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. 1 കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാലക്രമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. അപ്പോൾ അത്യാവശ്യം നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. 1 കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. മൂന്നാമത്തത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, ആസാദി കാ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 33ാമത്തെ ചോദ്യം, 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് ഉന്നതി മിഷൻ എന്ന് പറയുന്നത്. 34ാമത്തെ ചോദ്യം, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മെലാറ്റോണിൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. മെലാറ്റോണിൻ ആണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാമാണ്? ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം,
പശ്ചിമഘട്ടം എന്നിവ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ജീവകം സിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ജീവകം സിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്തത് 37ാമത്തെ ചോദ്യം, വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. അതിനുള്ള കാരണം ഓപ്ഷൻ ബി ആണ് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് മൂലമാണ് അവരെ തിരഞ്ഞെടുക്കാത്തത്. 38ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഓപ്ഷൻ സി EEG ആണ്. ഓപ്ഷൻ സി ആണ് EEG ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആസ്ട്രോസെനക്കയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആസ്ട്രോസെനക്ക. 41ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ചത്? 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ചത് ഓപ്ഷൻ സി പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. 42ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജം ഏതാണ്? ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് സ്ഥിതികോർജമാണ് ഉത്തരമായിട്ട് വരുന്നത്. 43ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 20 സെന്റിമീറ്റർ ആണ് ഉത്തരം. 44, ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം. 45ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചന്ദ്രയാൻ 3ന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്ന പേരിലാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 46, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അവസ്ഥകളെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ. 47ാമത്തെ ചോദ്യം, ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവയാണ്. അപ്പോൾ ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവ. 48ാമത്തെ ചോദ്യം, ഉരുളൻകിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 5 എന്നുള്ളതാണ് ഉത്തരം. 49ാമത്തെ ചോദ്യം, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ടേബിൾ സാൾട്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 50ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? അപ്പോൾ 2023 കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഉത്തരം. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 51ാമത്തെ ചോദ്യം, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണ്? പ്രധാന മൂലകം എന്ന് പറയുന്നത് ലിഥിയമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 52ാമത്തെ ചോദ്യം,
ചില വരികൾ തന്നിട്ട് അത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 53ാമത്തെ ചോദ്യം, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അദ്ദേഹത്തിന്റെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തോരണ യുദ്ധം എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. തോരണ യുദ്ധം എന്ന് പറയുന്നത് ആട്ടക്കഥ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്ത ഒന്നാണ്. 54ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 55ാമത്തെ ചോദ്യം, മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ബന്ധപ്പെടാത്തത് എന്നാണ് ചോദ്യം. ബന്ധപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 56ാമത്തെ ചോദ്യം, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനായിരുന്നു പറഞ്ഞത്. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഇവിടെ ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തെറ്റ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത്. 57ാമത്തെ ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നു. 58ാമത്തെ ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. 59ാമത്തെ ചോദ്യം, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. 60ാമത്തെ ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മായ OS എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. മായ OS ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 61ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാമാണ്? ഇവിടെ ചെറിയൊരു അക്ഷരത്തെറ്റിന്റെ പേരിൽ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൗഡ് എന്നുള്ളതല്ല ക്ലൗഡ് എന്നുള്ളതായിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത്. ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ്, ബ്ലൂറേ ഡിസ്ക് ആണ്. ബ്ലൂറേ ഡിസ്ക് ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. 63ാമത്തെ ചോദ്യം, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 64ാമത്തെ ചോദ്യം, പോക്സോ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. 2012 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 66ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസമാണ് തേടാനാവുക? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം, മുകളിൽ പറഞ്ഞത് എല്ലാം. ഇതും മറ്റൊരു ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. മുകളിൽ പറഞ്ഞത് എല്ലാം എന്നുള്ളതാണ് ആൻസർ. 67ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള
പരമാവധി ശിക്ഷ എത്രയാണ്? പരമാവധി ശിക്ഷ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 1 വർഷം വരെ തടവോ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ സി ആണ് 6 അംഗങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്, 6 അംഗങ്ങളാണ്. 69ാമത്തെ ചോദ്യം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അത് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 69ാമത്തെ ചോദ്യമാണ് പറയുന്നത്. 70ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഞാനിവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 71ാമത്തെ ചോദ്യം, k + 1/k - 2 = 0. k greater than 0 ആയാൽ k⁻29 + 1/k⁻29 - 2ന്റെ വില എത്രയാവും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണ് വരിക. 0 എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 72ാമത്തെ ചോദ്യം 16 ഹരിക്കണം 4 = 74. 35 ഹരിക്കണം 7 = 85. 55 ഹരിക്കണം 5 = 1011 ആയാൽ 49 ഹരിക്കണം 7 എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 137 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യമാണ്. x - 1/x = 1/2 ആയാൽ x ≠ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും 4x² + 4/x² വില? ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 9 എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. 75ാമത്തെ ചോദ്യം, ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് വർധനവ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ ബി ആണ് 125% വർധനവ് ഉണ്ടാവുന്നത്. 75ാമത്തെ ചോദ്യം, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കുമിടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആവും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 3 പ്രാവശ്യമാണ് കേട്ടോ, 3 പ്രാവശ്യം. 76ാമത്തെ ചോദ്യം, 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടി ആവണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? സാധാരണ പലിശ നിരക്ക് എത്ര വേണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് 10%. 10%ആണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യം, 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഞായറായിരിക്കും. ഓപ്ഷൻ ഡി ഞായർ ആയിരിക്കും. അടുത്ത ചോദ്യം, ശ്രേണി പൂർത്തീകരിക്കും. 78ാമത്തെ ചോദ്യമാണ്. 78ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം, ഒറ്റയാൻ ഏത്? ഒറ്റയാൻ ഏത് എന്നുള്ള ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 80ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം ഏതാണ്? ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കണക്കിലെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ നോക്കാം. 81ാമത്തെ ചോദ്യം, ഹുറേ ഹി വോൺ ദ മാച്ച്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ ഈ ഹുറേ എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഒരു വേർഡാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഇനി 82ാമത്തെ ചോദ്യം, ദ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ്. ജീൻസിന്റെ സിംഗുലർ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 83ാമത്തെ ചോദ്യം,
യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് ദ കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ ഗുഡ് എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ബെറ്റർ എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. 84ാമത്തെ ചോദ്യം, ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസർ വെർബ്. ഇവിടെ ഫ്രേസർ വെർബ് നമ്മൾ കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ആണ്, പുട്ട് ഓഫ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 85ാമത്തെ ചോദ്യം, ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഇവിടെ പ്രിപ്പോസിഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ സി, ഓഫ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 86ാമത്തെ ചോദ്യം, ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതിന്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റെയർലി എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 87ാമത്തെ ചോദ്യം, ആന്റോണിം ഓഫ് ദ വേർഡ് റെഗുലർ. റെഗുലർ എന്നതിന്റെ ആന്റോണിം എന്നാണ് ചോദ്യം. ഇറഗുലർ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 88ാമത്തത്, വി ഡു അവർ വർക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ, ഡോൺ വി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 89ാമത്തെ ചോദ്യം, എക്സ്പാൻഷൻ ഓഫ് ഇ ടി സി. ഇ ടി സി എന്നതിന്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദ്യം. എന്നൊരു മുൻകാല ചോദ്യം കൂടിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എക്സെട്ര എന്നുള്ള ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യമാണ്. ദർ ഇസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ. ഇവിടെ ക്യൂവിന്റെ സ്പെല്ലിംഗ് കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും 10 മാർക്കിനുള്ള മലയാളത്തിലെ ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. മലയാളത്തിലെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഈ കൂട്ടത്തില് ശരിയായ പദം എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ ബി ആണ്. 92ാമത്തെ ചോദ്യം, നാഴികയുടെ 60-ലൊരു പങ്ക് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിനാഴിക. ഓപ്ഷൻ സി, വിനാഴികയാണ് ഇവിടെ ഉത്തരം. 93ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. പരമോച്ച നില എന്ന് പറയുന്നത് പിരിച്ചെഴുതുന്ന സമയത്ത് ഓപ്ഷൻ സി, പരമ പ്ലസ് ഉച്ച പ്ലസ് നില എന്നായിട്ട് മാറും. പരമ പ്ലസ് ഉച്ച പ്ലസ് നില. 94ാമത്തെ ചോദ്യം, ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്തുക. പ്രമാദത്തിന്റെ ശരിയായിട്ടുള്ള പര്യായ കൂട്ടങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 95, വിപരീത പദമേത്. വിപരീത പദം കണ്ടെത്താനാണ്. അധ്യാത്മത്തിന്റെ വിപരീത പദമാണ് ഭൗതികമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 96ാമത്തെ ചോദ്യം, നേരേവ നേരേപ്പോ എന്നർത്ഥമാക്കുന്നത് എന്താണ്? നേരേവ നേരേപ്പോ എന്നത് അർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരച്ച്. ഇത് ചേർത്തെഴുതുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ്. നിങ്ങളിത് പറഞ്ഞു നോക്കുക. ഓപ്ഷൻ ഡി ആണ്. 98, വൈരി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്നാണ്. വൈരി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ്. ഓപ്ഷൻ എ ആണ്, വൈരിണിയാണ് ഉത്തരമായിട്ട് വരുന്നത്. 99ാമത്തെ ചോദ്യം, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഇതിന്റെ ശരിയായ പരിഭാഷ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 100ാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് LDC എക്സാം പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നതിന്റെ ചോദ്യപേപ്പറാണ്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഏവർക്കും നന്ദി.